ഏജിങ് എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അല്ലേ? നമുക്കതിനെ തടയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തടയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഉള്ളിലോട്ട് നമ്മൾ കഴിക്കുകയും പുറമേ നമ്മൾ ഹെൽത്തി ആയിട്ട് പുറമേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഒരു ഹെൽത്തി സ്കിന്നായിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, നമുക്കൊരു ക്രീം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചാൽ ഒരു 10,000 രൂപ അല്ലെ 500 രൂപ കൊടുത്തൊരു ക്രീം വാങ്ങിച്ചാൽ എത്ര നാൾ ഉപയോഗിക്കും? അതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ഇത് ഇച്ചിരി ഒരു പ്രാവശ്യം ഇച്ചിരി പൈസ മുടക്കിയാലും നമുക്കത് കുറേ നാളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടിയത് ഞാൻ പരിചയപ്പെടുത്തുന്ന അവക്കാഡോ ഓയിലാണ്. അവക്കാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കാനും നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഉള്ളിലോട്ട് കഴിക്കും നമ്മുടെ കൊളസ്ട്രോളിന്, ഷുഗറിന്, പ്രഷറിന്, എല്ലാത്തിനും. കാരണം എന്ന് വെച്ചാൽ അത് നല്ലൊരു ഗുഡ് ഫാറ്റാണ്. നമ്മുടെ ഹാർട്ടിന് അതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെയാണ് നമുക്ക് പുറമേ പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ്, ന്യൂട്രീഷന്റെ കലവറയാണ് നമ്മുടെ അവക്കാഡോ. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, ഇതൊക്കെ ധാരാളം അടങ്ങിയതാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ അവക്കാഡോ ഓയിലിന് കഴിയും. അതുപോലെ തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഗ്രേപ്പ് സീഡ് ഓയിൽ. ഗ്രേപ്പ് സീഡ് ഓയിലും നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നെ ഈവൻ സ്കിന്നാക്കി വെക്കാനും ഏറ്റവും ബെസ്റ്റാണ്. അതിലും നമ്മുടെ ഈ കണ്ടുവരുന്ന എല്ലാ ഓയിലുകളിലും അടങ്ങിയിരിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞത് ആൽമണ്ട് ഓയില്, ഒലിവ് ഓയില്, ബാക്കി ഹോഹോബ ഓയില്, എല്ലാ ഓയിലുകളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ കലവറയാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ടാൻ മാറാനും സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്ത് വെക്കാനും, അതുകൊണ്ട് മാത്രമല്ല ഇതിൽ ആന്റി ഓക്സിഡന്റ് ആണ്, ബാക്ടീരിയലാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിൻ ടാൻ പോകാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും, ഏത് ഹെയറിനും നല്ലതാണ്. ഞാനിപ്പോ സ്കിന്നിന്റെ കാര്യം പറയുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളിലോട്ട് കഴിക്കാനും ഗ്രേപ്പ് സീഡ് ഓയിൽ ബെറ്റർ ആണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തീർത്തും തിന്നായ ഒരു ഓയിലാണ്. ഈ ഓയിൽ അത് കാരണം നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? ഇപ്പം ഞാനത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസ് ക്രീം നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ബേസ് ആയിട്ട് അലോവേര ജെല്ല് വേണം, പിന്നെ ഈ 2 ഓയിലും വേണം. എന്റെ തീർന്നിട്ട് ഞാൻ പുതിയതെടുത്ത, ഇത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. നമുക്ക് ഇത് ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിന്നോ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലോ മാളുകളിലോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ നമുക്ക് വില ഇച്ചിരി കൂടുതലാണെങ്കിലും 100 ml 300 എബോ വരും. പക്ഷെങ്കിലും നമ്മൾ എത്രയോ രൂപ മുടക്കി ക്രീമുകൾ വാങ്ങിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആകുന്നു. ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്ക് ഇതൊപ്പടി വേണ്ട, നമുക്ക് ഓരോ തുള്ളി, 2 തുള്ളി, 3 തുള്ളിയൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം പിന്നെ നമുക്ക് വേണ്ടിയത് റോസ് വാട്ടർ വേണം, ഗ്ലിസറിൻ വേണം. മനസ്സിലായോ? ഈ ഗ്രേപ്പ് സീഡ് ഓയിലി സ്കിന്നുകാര് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഓയിലി സ്കിന്നുകാര് 1 അല്ലെങ്കിൽ 2 ഡ്രോപ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടേച്ചു വരാം. ഞാൻ സിസർ എടുത്ത് വെക്കണോന്ന് ഓർത്ത് നടന്നില്ല. ആദ്യം നമുക്ക് ബേസ് ആയിട്ട് അലോവേര ജെല്ലാണ് വേണ്ടത്. അത് ഞാൻ 1 ടീസ്പൂൺ അലോവേര, 1 ടീസ്പൂൺ ആദ്യം എടുക്കുന്നു, പിന്നെ 1 ടീസ്പൂൺ, അങ്ങനെ 2 ടീസ്പൂൺ അലോവേര ജെൽ എടുക്കാം. ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് വിഷ് കെയറിന്റെ അലോവേര പ്ലെയിൻ അലോവേര ജെല്ലാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് നല്ലൊരു
അലോവേര ജെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇപ്പൊ ഇതാ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ 2 ടീസ്പൂൺ അലോവേര ജെൽ എടുത്തു. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോ എടുത്ത ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഗ്രേപ്പ് സീഡ് ഓയില് നമുക്കൊരു 5 തുള്ളി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ മറ്റേ ഫില്ലർ ഇല്ല, ഇന്നാളൊക്കെ ഫില്ലർ ആയിരുന്നു വരുന്നത്, ഇപ്പൊ ഫില്ലർ അല്ല. അത് കാരണം നമ്മൾ ശരിക്കും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. 5 ഡ്രോപ്സ് വീണിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടിയത് അവോക്കാഡോ ഓയിലാണ്. അതും സെയിം നമ്മൾ ഒഴിക്കുന്നു. ഒരു കണക്കിന് നല്ലത് ഇങ്ങനെയുള്ളത്, കാരണം ഇത് പ്രസ് ചെയ്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ബലത്തില് ഇതാക്കിയാലേ അത് വീഴുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ശരിക്കും മിക്സ് ആക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ തന്നെ ഇതിന്റെ കളറ് കണ്ടോ, നമുക്കൊരു ക്രീമി സ്ട്രക്ചർ ആയിട്ട് കാണാവോ ഇല്ലയോ, ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടിയത് റോസ് വാട്ടർ ആണ്. ഇത് ഞാൻ ഈ 1/2 ടീസ്പൂൺ ആണ് ഒഴിക്കുന്നത് റോസ് വാട്ടർ. നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഗ്ലിസറിൻ ഇതേണ്ട ഒരു 4 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ശരിക്കും നമുക്ക് ഒന്ന് മിക്സ് ആക്കാം. ഇത് തന്നെ നമുക്ക് ഒരാഴ്ചത്തേനുള്ളതുണ്ട്. ഒരാഴ്ചത്തേനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. മനസ്സിലായോ? ശരിക്കും ഒരു ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പുരട്ടുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആണെന്ന് അറിയാവോ? ഇത് കണ്ടോ, കണ്ടോ, അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോവുകയും ചെയ്തു. സ്മെല്ലിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഇത് അടങ്ങിയിരിക്കുന്ന കൊണ്ട് തന്നെ ഇതിന്റെ എല്ലാവിധ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട 2 ടീസ്പൂൺ അലോവേര ജെൽ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു 5 ഡ്രോപ്സ് വീതം ഗ്രേപ്പ് സീഡ് ഓയിലും അവോക്കാഡോ ഓയിലും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 6 തുള്ളി തന്നെ ഗ്ലിസറിൻ എടുക്കാം. 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പക്ഷെ ഇത് നമുക്കിതിൻ്റെ അകത്ത് എല്ലാം കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് നല്ലവർക്ക് ശരിക്കും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നമുക്കിത് ഒരു കെമിക്കലും ഇല്ലാതെ വിശ്വസിച്ച് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആകെ ഇച്ചിരി വില കൊടുക്കേണ്ടത് ഈ ഗ്രേപ്പ് സീഡ് ഓയിലിനും ഇതിന് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് അത്ര പ്രൈസ് ഒന്നും ആകത്തില്ല. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണം കൂടെ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.